ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ പ്രത്യശ്രൗഷിഃ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാത്തടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ദണ്ഡകാരണ്യത്തിന് പുറപ്പെട്ട ഭഗവാൻ ശരഭംഗ മഹർഷിക്ക് മുക്തിയെ നൽകിയിട്ട് പോകുന്ന കാഴ്ചയാണ്. ഇനി അടുത്തത് അവിടെ നിന്നും നത്വാഗസ്ത്യം, അഗസ്ത്യമാണ്. നത്വാഗസ്ത്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പിന്നീട് അഗസ്ത്യാശ്രമത്തിൽ എത്തിയിട്ട് അഗസ്ത്യ മഹർഷിയെ വന്ദിച്ചതിന് ശേഷം സമസ്താശര നികരസപത്രാകൃതിം, സമസ്ത ആശര നികരസപത്രാകൃതിം, അതായത് സമസ്ത എന്ന് പറഞ്ഞാൽ എല്ലാ, സമസ്താശര നികരസപത്രാകൃതിയും എല്ലാ രാക്ഷസ കൂട്ടത്തെയും നിഗ്രഹിക്കണമെന്ന് താപസേഭ്യ എന്ന് പറഞ്ഞാൽ തപസ്വികൾക്ക് പ്രത്യശ്രൗഷി പ്രിയൈഷി എന്ന് പറഞ്ഞാൽ പ്രിയം ചെയ്യുവാൻ, അതായത് എല്ലാ താപസന്മാർക്കും എല്ലാ മഹർഷിമാരുടെയും മുന്നിൽ വെച്ച് അവരുടെ നന്മയ്ക്കായിട്ട് രാക്ഷസവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്നതാണെന്ന് പ്രത്യശ്രൗഷി പ്രതിജ്ഞ ചെയ്തു. എന്നിട്ടോ തദനുച മുനിന വൈഷ്ണവേ ദിവ്യചാപേ, തദനു ച മുനിന, തദനു എന്ന് പറഞ്ഞാൽ തുടർന്ന്, മുനിന എന്ന് പറഞ്ഞാൽ മഹർഷിയാൽ, വൈഷ്ണവേ ദിവ്യചാപേ ആ മുനിമാരാൽ നൽകപ്പെട്ട ദിവ്യാസ്ത്രമായിട്ടുള്ള ആ വൈഷ്ണവ ചാപം, അതുപോലെ ബ്രഹ്മാസ്ത്രേ ചാപിദത്തേ, അവര് വൈഷ്ണവ ചാപവും അതുപോലെ ബ്രഹ്മാസ്ത്രവും ച അപി ദത്തേ അതും നൽകിയ പാഥി പിതൃസുഹൃതം, അങ്ങനെ അവർ നൽകിയ ഈ ബ്രഹ്മാസ്ത്രവും വൈഷ്ണവജാപവും ഒക്കെ സ്വീകരിച്ചിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പോൾ പഥി ആ വഴിയിൽ വെച്ച് പിതൃസുഹൃതം, പിതാവിൻ്റെ മുൻപുള്ള ഒരു സുഹൃത്തായിരുന്ന, പണ്ട് പിതാവുമായി നല്ല സുഹൃത് ബന്ധമുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ വീക്ഷ്യ കണ്ടു, ഭൂയോ ജടായും, ജടായു എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ, ഒരു പക്ഷിപ്രവരനെയാണ് കണ്ടത്. അങ്ങനെ കണ്ടിട്ട് മോദാത് ഗോദാതടാന്തേ പരിരമസി പുര പഞ്ചവട്യാം വധൂട്യ, മോദാത് ഗോദാതടാന്തേ, മോദാത് വളരെ സന്തോഷത്തോടു കൂടി, ഗോദാതടാന്തേ ഗോദാവരിയുടെ തട അന്തേ ആ നദീതീരത്തു വെച്ച്, പരിരമസി പുര, പരിരമസി എന്ന് പറഞ്ഞാൽ സീതാദേവിയോട് കൂടിയിട്ട്, പഞ്ചവട്യാം വധൂട്യ, അതായത് പരിരമസി രമിച്ചു വാണു എന്നുള്ള അർത്ഥം. വധൂട്യ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രിയ പത്നിയോട് കൂടി, പഞ്ചവട്യാം പഞ്ചവടിയിൽ. അപ്പോൾ ഇവിടെ ആ പക്ഷിരാജാവിനെയൊക്കെ കണ്ടു അത്യധികം സന്തോഷത്തോടു കൂടി ആ ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയോട് കൂടിയിട്ട് കുറച്ചു കാലം അങ്ങനെ സന്തോഷത്തോടു കൂടി വസിച്ചു. പരിരമസി എന്ന് പറഞ്ഞാൽ വസിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി വസിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ
പ്രത്യശ്രൗഷി പ്രിയൈഷി തദനു ച മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നത്, അതുപോലെ അഗസ്ത്യ മഹർഷിയെ വന്ദിക്കുന്നത്, അതുപോലെ ബ്രാഹ്മണരെയൊക്കെ രക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുന്നത്, അതെല്ലാ മഹർഷിമാരുടെയും മുമ്പിൽ വെച്ചിട്ടാണ്. ബ്രാഹ്മണരെ അല്ല, ഈ യാഗങ്ങളെയൊക്കെ എല്ലാവരെയും രക്ഷിക്കാൻ, ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് മഹർഷിമാരും ആവശ്യമാണ്. അവരാണ് മുൻപിൽ നിന്ന് ധർമ്മം ഉപദേശിച്ച് അന്ന് രാജ്യത്തെയും രാജപാലകരെയും ഒക്കെ നയിക്കുന്നു. അപ്പോൾ അവരെയും ഒക്കെ രക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ സന്തുഷ്ടരായിട്ട് ഈ മഹർഷിമാരിൽ നിന്നും വൈഷ്ണവാസ്ത്രവും അതേപോലെ ബ്രഹ്മാസ്ത്രവും ഒക്കെ സ്വീകരിച്ച് വീണ്ടും യാത്ര തുടരുമ്പോഴാണ് പഥി വഴിയിൽ വച്ചിട്ട് പിതാവിൻ്റെ സുഹൃത്തായിട്ടുള്ള ജഡായു എന്ന പക്ഷിപ്രവരനെ കണ്ടുമുട്ടുന്നു. ആ പക്ഷിശ്രേഷ്ഠനെ കണ്ട് സന്തുഷ്ടനായിട്ട് പിന്നീട് ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ വന്നിട്ട് സീതാദേവിയോടൊപ്പം കുറച്ചു കാലം അങ്ങനെ സുഖമായി വസിച്ചു. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നത്വ അഗസ്ത്യമാണ്, നത്വ ആഗസ്ത്യം അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ സമസ്ത ആശര നികര സപത്രാകൃതിം, സമസ്താശര നികര സപത്രാകൃതിം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണത്. പിന്നെ താപസേഭ്യ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ പ്രത്യശ്രൗഷി അവിടെയും വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. പ്രാപ്തായ ശൂർപ്പണഖ്യ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാം തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുത സമധികാം തക്ഷണാദക്ഷദോഷ്മാം. പ്രാപ്തായ ശൂർപ്പണഖ്യ, പ്രാപ്തായ അവിടേക്ക് വന്നു ചേർന്ന ശൂർപ്പണഖ്യ, ശൂർപ്പണ എന്ന് പേരുള്ളതായിട്ടുള്ള, ശൂർപ്പണഖ എന്ന് പേരുള്ളതായിട്ടുള്ള മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ. മദനചലധൃതേ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് വാക്കുകളുണ്ട്. മദനചലധൃതേ, അർത്ഥനേ, പിന്നെ നിസ്സഹാത്മ, 3 വാക്കുകൾ വരുന്നുണ്ട്. മദനചലധൃതേ എന്ന് പറഞ്ഞാൽ വളരെ മദനാകുലയായി എന്ന് പറഞ്ഞാൽ വളരെ മദാലസയായിട്ട്, കാമാകുലയായിട്ട് അവിടേക്ക്, അർത്ഥനൈ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വന്നു ചേർന്നിട്ട് ആ ശൂർപ്പണഖ ഇപ്രകാരം അപേക്ഷിച്ചു. നിസ്സഹാത്മാ എന്ന് പറഞ്ഞാൽ നിസ്സഹാത്മാ, സഹിക്കുവാനാവാതെ ആ അപേക്ഷകൾ, അതായത് ഈ ശൂർപ്പണഖ വന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനോട് അപേക്ഷിക്കുന്ന കേട്ട് സഹിക്കുവാനാകാതെ താം സൗമിത്രവും വിസൃജ്യ, താം അവളെ, ആ ശൂർപ്പണഖയെ, സൗമിത്രവും സുമിത്രാതനയൻ്റെ അടുത്തേക്ക് അഥവാ ലക്ഷ്മണകുമാരൻ്റെ അടുത്തേക്ക് വിസൃജ്യ പറഞ്ഞയച്ചു. പ്രബലതമരുഷ, രുഷ എന്ന് പറഞ്ഞാൽ കോപം, പ്രബലതമരുഷ അത്യധികം കോപത്തോടു കൂടിയിട്ട്, തേന നിർലൂനനാസാം, തേന അവളുടെ, നിർലൂന നാസാം നാസികയെ മുറിച്ചു കളഞ്ഞു, മൂക്ക് ഛേദിച്ചു. ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം, ദൃഷ്ട്വ ഏനമാണ്, ദൃഷ്ട്വൈനാം, ദൃഷ്ട്വ കണ്ടിട്ട്, ഏനം എന്ന് പറഞ്ഞാൽ, ഏനാം എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ മൂക്കൊക്കെ ഛേദിച്ച് അവളെ കണ്ടിട്ട് രുഷ്ടചിത്തം അതിയായി കോപിച്ച ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം. ഖരം ദൂഷണം ത്രിമൂർധം അഭിപതിതം. അതായത് ഈ ഖരനും ദൂഷണനും ത്രിശിരസും തുടങ്ങിയ എല്ലാവരും എന്തിനാ അഭിപതിതം എന്ന് പറഞ്ഞാൽ എതിർക്കുവാൻ വന്നു. ലക്ഷ്മണകുമാരൻ ഈ ശൂർപ്പണഖയുടെ നാസിക ഛേദിച്ചപ്പോൾ അതും കൊണ്ട് ഓടി തൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഖരൻ്റെയും ദൂഷണൻ്റെയും അതേപോലെ ത്രിശിരസിൻ്റെയും അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ അവർ 3 പേരും കൂടി അപ്പോൾ സൈന്യവുമായിട്ട് പുറപ്പെട്ടു. ഇവിടെ വന്ന് ലക്ഷ്മണകുമാരനോട് ഏറ്റുമുട്ടാൻ വന്നപ്പോൾ വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം തക്ഷണാദക്ഷദോഷ്മ. അങ്ങനെ എതിർക്കാൻ വന്ന ഈ ഖരദൂഷണ ത്രിശിരസ്സുക്കളെ വ്യാഹിംസി ആശരാൻ അപി, അവരെ വധിച്ചു കളയുകയും ചെയ്തു. ആശരാൻ അപി അയുധസമധികം, അയുധസമം അധികം, 10,000-ൽ അധികം. അയുധം എന്ന് പറഞ്ഞാൽ 10,000. അയുധസമധികം 10,000-ലധികം ആശരാൻ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ. അപ്പോൾ 10,000-ലധികം രാക്ഷസന്മാരെയും ഈ ഖരദൂഷണ ത്രിശിരസ്സുക്കളെയും തക്ഷണാത് ആ ക്ഷണത്തിൽ തന്നെ അക്ഷതോഷ്മ എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അവരെ കൊന്നുകളയുകയും ചെയ്തു. പിന്നീടാകാമെന്ന് നിശ്ചയിച്ചില്ല. തന്നെ എതിർക്കാൻ വന്ന 10,000-ലധികം വരുന്ന രാക്ഷസരെയും ശൂർപ്പണഖയുടെ സഹോദരരായിട്ടുള്ള ഈ 3 ആ ക്ഷണത്തിൽ തന്നെ കൊന്നുകളയുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഇവർക്കൊക്കെയും ഭഗവാന്റെ കയ്യാൽ വധിക്കപ്പെടുവാൻ യോഗ്യരല്ലാത്തത് കൊണ്ടാണോ, ക്ഷമിക്കണം, ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടുവാനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാവാം. ഇവിടെ നാസിക ഛേദിച്ചത് ലക്ഷ്മണകുമാരനായിരുന്നു. നാസിക ഛേദിച്ചത് തൻ്റെ സഹോദരനായിരുന്നിട്ടും ശൂർപ്പണഖയ്ക്ക് നാസിക ഛേദിക്കപ്പെടുവാൻ ഇടയായത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് വന്ന് മുന്നോട്ടേക്ക് വെച്ച അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനോട് ഏറ്റുമുട്ടുവാനായിട്ട് വരുന്നത്. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ ഈ 3 ശൂർപ്പണഖ സഹോദരന്മാരും അതേപോലെ 10,000-ലധികം വരുന്ന രാക്ഷസന്മാരും നിഗ്രഹിക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രാപ്തായ ശൂർപ്പണഖ്യ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം തക്ഷണാദക്ഷതോഷ്മാം. ഇവിടെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്തേക്ക് ശൂർപ്പണഖ ഇങ്ങനെ വന്നിട്ടൊരു ആവശ്യം പറയുമ്പോൾ ഇവിടെ പറഞ്ഞു നിസ്സഹാത്മാ, സഹിക്കാനാവുന്നതിനപ്പുറമായിരുന്നു ശ്രീരാമചന്ദ്ര ഭഗവാന്. കാരണം തൻ്റെ പിതാവ് 3 ഭാര്യമാരെയും ആയിട്ടാണ് കഴിഞ്ഞിരുന്നതെങ്കിലും ഏകപത്നി വ്രതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ശ്രീരാമചന്ദ്ര ഭഗവാൻ. സീതാദേവിയെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം എത്തിയപ്പോൾ പോലും ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സീതാദേവിയെ ഉപേക്ഷിച്ചെങ്കിലും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല എന്ന് തന്നെയല്ല,
യജ്ഞവേദിയിൽ തൻ്റെ ധർമ്മപത്നിയുടെ സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചുകൊണ്ട് യാഗം നടത്തിയ ആളാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്തേക്കാണ് ശൂർപ്പണഖ ഇങ്ങനെ ഒരു മദാലസ്യയായിട്ട് മോഹിനി രൂപത്തിലാണ് വരുന്നത്. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ഭാവത്തിലാണ് വരുന്നത്. പക്ഷേ അവിടെ നിന്നും ഭഗവാനെ അത് കേൾക്കുവാനുള്ള ശക്തി പോലും ഭഗവാൻ ഉണ്ടായില്ല. അങ്ങനെ ലക്ഷ്മണകുമാരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷേ അവിടെ ലക്ഷ്മണകുമാരനും തൻ്റെ ജ്യേഷ്ഠനെ പോലെ തന്നെ തൻ്റെ പ്രിയ പത്നിയിൽ മാത്രം അനുരക്തനായി കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ധർമ്മിഷ്ഠനായിരുന്ന ലക്ഷ്മണകുമാരൻ അധർമ്മിയായി തൻ്റെ മുന്നിലേക്ക് വന്ന ആ ശൂർപ്പണഖയുടെ നാസികകളെ ഛേദിക്കുമ്പോൾ തനിക്കൊട്ടും കുറ്റബോധം തോന്നിയില്ല. സ്ത്രീയെയാണ് ദ്രോഹിക്കുന്നത്, ഉപദ്രവിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന എന്നുള്ള ഒരു കുറ്റബോധം തോന്നിയിരുന്നില്ല. മുൻപ് താടകയെ നിഗ്രഹിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരല്പം സന്ദേഹം ഉള്ളിലുണ്ടായി, സ്ത്രീയെ വധിക്കാമോ എന്നുള്ള. ഇവിടെ ഒരു സന്ദേഹവുമില്ലാതെ തന്നെ നാസിക ഛേദിച്ചു. പക്ഷേ ആ നാസിക ഛേദിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശൂർപ്പണഖ തൻ്റെ യഥാർത്ഥ രൂപം എടുത്തുകൊണ്ടാണ് സഹോദരന്മാരുടെ അടുത്ത് പോയി സങ്കടങ്ങൾ ഉണർത്തിക്കുന്നത്. അവിടെ നിന്നും വന്ന കുപിതരായി ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു വന്ന ആ 3 സഹോദരരെയും 10,000-ലേറെ ഭടന്മാരെയും അസുരന്മാരെയും ഭഗവാൻ ആ ക്ഷണം തന്നെ നിഗ്രഹിച്ചു. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാപ്തായ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതേപോലെ മദന ചലധൃതേരർത്ഥനൈർ, അവിടെ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. മദന ചലധൃതേരർത്ഥനൈർ നിസ്സഹാത്മാ. ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ മദന ചലധൃതേഹെ എന്നവിടെ വിസർഗം കൊടുത്ത് ഒരു പകുതി ഹകാരത്തിൽ നിർത്തിയിട്ട് അർത്ഥനൈർ നിസ്സഹാത്മ എന്ന് താഴെ എടുക്കാം. രായുടെ അവിടെ ആ കൊടുത്താൽ മതിയാകും. ഇനി അങ്ങനെ വായിക്കുമ്പോഴും നാ കൂട്ടക്ഷരമാണ്, അത് അത്രയും ചേർത്ത് തന്നെ വായിക്കുക. അർത്ഥനൈർ നിസ്സഹാത്മ. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ വരിയിൽ വരുമ്പോൾ വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം സ്തക്ഷണാദക്ഷദോഷ്മ, അതത്രയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ വ്യാഹിംസീരാശരാനപ്യയുധ സമധികാം, അവിടെ ആ സമധികാൻ എന്ന് വരെ വന്ന് അവിടെ നിർത്തിയിട്ട് താഴെ തക്ഷണാദക്ഷദോഷ്മ എന്ന് വായിക്കാം. അപ്പോൾ പിന്നെ സാ വേണ്ട, അത് ജോയിൻ ചെയ്യാൻ വരുന്നതാണ്. ഇനി വ്യാഹിംസീരാശരാനാണ്, വ്യാഹിംസി ആശരാൻ, രായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ അപി അയുധ സമധികമാണ്, നായുടെ അകാരം പ്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം, അപ്യയുധ സമധികാം. ഇത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തക്ഷണാദക്ഷദോഷ്മ, ക്ഷണാദ അക്ഷദോഷ്മാണ്, ദായുടെ അകാരം ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.